നമസ്കാരം. കേരളത്തിൽ ആരും എവിടെയും സുരക്ഷിതരല്ലേ? നമ്മുടെ മാനസികാരോഗ്യം അപകടത്തിലാണോ? ആരും എവിടെയും ആക്രമിക്കപ്പെടാമോ? മാനസിക നില ഇങ്ങനെ തകരുന്നതിന് കാരണങ്ങളുണ്ടോ? നമുക്ക് ചുറ്റും കൊടും ക്രിമിനലുകളാണോ? ഓരോ വീട്ടിലും ഒരു കൊലയാളി ഉണ്ടോ? ഒരു അക്രമി ഉണ്ടോ? ചരിത്രത്തിലാദ്യമായി ബജറ്റിനോടൊപ്പം പാർലമെൻറ്റിൽ വയ്ക്കുന്ന എക്കണോമിക് സർവേയിൽ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ളൊരു പരാമർശം ഇന്ത്യയിൽ ഇത്തവണ കടന്നു വന്നിരിക്കുകയാണ്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് ഉള്ളത്. ഒന്ന്, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയപ്പെടുകയും ചികിത്സിക്കപ്പെടുകയും ചെയ്യാത്തത് മൂലം ആ വ്യക്തിയുടെ കാര്യക്ഷമത കുറയുകയും അദ്ദേഹം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനക്ഷമത കുറയുകയും അത് ക്രമേണ രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥിതിയെ തന്നെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നു. ഇന്ത്യക്കാരിൽ 10.69% ആളുകൾ ഇടപെടൽ ആവശ്യമുള്ള, ചികിത്സ ആവശ്യമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് എന്നുള്ള നിരീക്ഷണമാണ്. രണ്ടാമത്തെ നിരീക്ഷണമെന്ന് പറയുന്നത്, മൊബൈൽ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നത് മൂലം കുട്ടികളുടെയും കൗമാരപ്രായക്കാരുടെയും പെരുമാറ്റത്തിൽ വരുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളാണ്. അതിവേഗത്തിലുള്ള ദൃശ്യങ്ങളും ചടുലമായിട്ടുള്ള ദൃശ്യങ്ങളും നിരന്തരം കാണുന്ന, മണിക്കൂറുകളോളം കാണുന്ന കുട്ടികളുടെ സ്വഭാവത്തിൽ എടുത്തുചാട്ട സ്വഭാവവും അക്രമ സ്വഭാവവും കൂടി വരുന്നു. അത് വീടുകളിലും വിദ്യാലയങ്ങളിലും പ്രശ്നമുണ്ടാക്കുന്നു എന്നൊരു നിരീക്ഷണവും വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു 30 കൊല്ലത്തെ നമ്മുടെ നാടിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട സാമൂഹികമായ പ്രതിഭാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു 30 കൊല്ലത്തിന് മുൻപുള്ള ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു യുവാവ്, അദ്ദേഹത്തിന് സന്തോഷം ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സൗഹൃദങ്ങളായിരുന്നു, മനുഷ്യരുമായിട്ടുള്ള ഇടപെടലായിരുന്നു. സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുകയും അവരുടെ ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയും പരസ്പരം ചർച്ച ചെയ്ത് പ്രതിസന്ധികൾ പരിഹരിക്കാൻ വേണ്ടി പരസ്പരം താങ്ങും തണലും ആവുകയും ചെയ്തിരുന്ന ഒരു വൈകാരികമായ ഇടപെടൽ വ്യക്തികൾ തമ്മിലുണ്ടായിരുന്നു. ഇത് വ്യക്തികളുടെ വൈകാരിക ബുദ്ധിയും സാമൂഹിക ബുദ്ധിയും മെച്ചപ്പെടാൻ സഹായിക്കുന്ന ഒരു സാമൂഹികമായിട്ടുള്ളൊരു പ്രവർത്തനം തന്നെയായിരുന്നു. എന്നാൽ ഇന്നത്തെ കൗമാരപ്രായക്കാരെയും യുവാക്കളെയും നോക്കൂ. അവർക്ക് സന്തോഷം ലഭിക്കാൻ മറ്റുള്ളവരുടെ സാന്നിധ്യം ആവശ്യമില്ല, സുഹൃത്തുക്കളുടെ സാന്നിധ്യം ആവശ്യമില്ല. ഒരു ഡിജിറ്റൽ ഉപകരണവുമായി മണിക്കൂറുകളോളം സ്വന്തം മുറിക്കുള്ളിലേക്ക് ഒതുങ്ങിക്കൂടിയാലും യഥേഷ്ടം സന്തോഷം കിട്ടാവുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ട്. ഇത് ഈ യുവതലമുറയിൽ ഒരു സാമൂഹിക വിച്ഛേദനം, ഒരു സോഷ്യൽ ഡിസ്കണക്ഷന് കാരണമായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പരിണത ഫലമാണ് ഒരുപക്ഷേ മറ്റുള്ളവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കി പെരുമാറാനുള്ള അനുതാപം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഒരു മാനുഷിക ഗുണം, ഒരു മാനുഷിക നിപുണത, അതിൻ്റെ അളവ് ക്രമേണ കുറഞ്ഞു വരുന്നു. ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ്, ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ വ്യാപകമായതോടെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള വേഗത വളരെയധികം കൂടിയിരിക്കുന്നു. 30 കൊല്ലത്തിന് മുൻപ് സിനിമ കാണേണ്ട ആൾ തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ ടിക്കറ്റ് കിട്ടില്ല, റിസർവ് ചെയ്യേണ്ടി വരും. അപ്പോൾ മനസ്സിലൊരു ആഗ്രഹം തോന്നുകയും ആ ആഗ്രഹം സഫലമാവുകയും ചെയ്യുന്നതിനിടയിൽ ഒരു ഇടവേളയുണ്ടായിരുന്നു. ഇടവേള കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണം, മനസ്സിൽ തോന്നുന്ന ആഗ്രഹം നടക്കാം, നടക്കാതിരിക്കാം. ഈ രണ്ട് സാധ്യതകളുമായിട്ടും പൊരുത്തപ്പെടാൻ തലച്ചോറിന് സമയം കിട്ടിയിരുന്നു. അഥവാ ആഗ്രഹം നടപ്പിലായില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒരു പ്ലാൻ ബിയെക്കുറിച്ച് ചിന്തിക്കാൻ തലച്ചോറിന് സമയം കിട്ടിയിരുന്നു. ഇന്നത്തെ അവസ്ഥ നോക്കൂ. സിനിമ കാണണം, മൊബൈൽ എടുത്ത് 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. ഭക്ഷണം കഴിക്കണം, പുതിയതായിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിൻ്റെ അല്ലെങ്കിൽ ഏതൊരു ഭക്ഷണ വിതരണ ആപ്പ് തുറന്ന് 2 ക്ലിക്ക് നടത്തിയാൽ പെട്ടെന്ന് പറ്റും. ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ആശയം വിനിമയം ചെയ്യണമെങ്കിൽ തന്നെ നിമിഷാർത്ഥം കൊണ്ട് അത് സാധിക്കുന്നൊരവസ്ഥയാണ്. അതിൻ്റെ മറുപടിയും വളരെ പെട്ടെന്ന് വരുന്നു. അപ്പോൾ മനസ്സിലൊരാഗ്രഹം തോന്നുകയും അത് നടപ്പിലാവുകയും ചെയ്യുന്നതിനിടയിലുള്ള ഇടവേള ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹം നിഷേധിക്കപ്പെടാം, സാധ്യമാകാതെ പോകാം. ഈ സാധ്യതയുമായിട്ട് പൊരുത്തപ്പെടാൻ തലച്ചോറിന് സമയം കിട്ടുന്നില്ല. ഈ ഒരു സ്ഥിതിവിശേഷം മനുഷ്യ സ്വഭാവത്തിലൊരു എടുത്തുചാട്ട സ്വഭാവവും അക്ഷമയും, ഒരു ഇംപേഷ്യൻസ് ആൻഡ് ഇമ്പൾസിവിറ്റി വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഇതിനോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ചില പ്രതിഭാസങ്ങളാണ്. കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് കാലം അടച്ചിരിക്കേണ്ടി വന്ന ആളുകളാണ് ഇന്നത്തെ യുവാക്കളും കൗമാരപ്രായക്കാരും. ഈ ഒരു സമയത്ത് ഒരുപാട് സാധ്യതകൾ അവരുടെ മുൻപിൽ തെളിഞ്ഞു. ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്ത് നടക്കുന്ന പലതരത്തിലുള്ള അനഭിലഷണീയമായ കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് അറിവുകൾ ലഭിച്ചു. കുറ്റകൃത്യങ്ങളെക്കുറിച്ചും വളരെ അക്രമ സ്വഭാവമുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ. ഇത് ലോകമെമ്പാടുമുള്ള ഒരു പ്രതിഭാസമായിട്ട് തന്നെ എടുക്കാം. നമ്മുടെ നാട്ടിലും അതിൻ്റെ അലയൊലികൾ വന്നു എന്നുള്ളതാണ്. പിന്നീട് സമീപകാലത്ത് വരുന്ന ചലച്ചിത്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ചലച്ചിത്രങ്ങളുടെയും മറ്റുമൊക്കെ സ്വാധീനം വരുന്നു. അക്രമ സ്വഭാവമുള്ള രംഗങ്ങൾ കൂടുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നു.
അക്രമം ആഘോഷിക്കപ്പെടുകയും അക്രമം ഒരു ഹീറോയിസത്തിൻ്റെ ലക്ഷണമായിട്ട് ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നു. ഇതിനോടെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ലഹരിയുടെ വ്യാപനവും വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. ഈ ലഹരി വസ്തുക്കൾ, ആധുനിക ലഹരി വസ്തുക്കൾ, രാസലഹരികളുടെ ഒരു പ്രത്യേകത, മുൻകാല ലഹരികളായ മദ്യവും സിഗരറ്റും ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളിനെ അതിൻ്റെ ഗന്ധം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അത് ഉപയോഗിക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ചലനത്തിൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഇന്ന് ഈ ആധുനിക രാസലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ പ്രഥമ ദൃഷ്ട്യാ തിരിച്ചറിയാൻ ആർക്കും സാധ്യമല്ല. വീട്ടിലുള്ളവർക്ക് പോലും പലപ്പോഴും സാധ്യമല്ല. പെരുമാറ്റത്തിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. അതും സമർത്ഥമായി വീട്ടുകാരിൽ നിന്ന് മറച്ചു വയ്ക്കാനായിട്ട് ആളുകൾക്ക് സാധിക്കുന്നു. പക്ഷേ ഈ രാസലഹരികൾ തലച്ചോറിൻ്റെ ആത്മനിയന്ത്രണത്തിൻ്റെ കേന്ദ്രങ്ങളെ മന്ദീഭവിക്കുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നു. നമ്മുടെ നെറ്റിയുടെ പുറകിലുള്ള പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഭാഗമാണ്. നമ്മുടെ സെൽഫ് കൺട്രോളിൻ്റെ സെൻ്ററാണ്. ഭാവിക്ക് വേണ്ടി നമുക്ക് കരുതി വയ്ക്കാനും ആസൂത്രണം ചെയ്യാനും സാധിക്കുന്ന ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. ഈ രാസലഹരികൾ ഈ ഒരു കേന്ദ്രത്തിൻ്റെ പ്രവർത്തനത്തിനെ മന്ദീഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ മനസ്സിൽ തോന്നുന്ന മൃഗീയമായ ചോദനകൾ എടുത്തു ചാടി അതിൻ്റെ പൂർണ്ണമായ മൃഗീയതയോടുകൂടി പ്രതിഫലിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇങ്ങനെ ബഹുമുഖമായ വിവിധ ഘടകങ്ങൾ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ജാഗ്രത ഉണ്ടാകേണ്ട ഒരു അവസ്ഥയാണ്. കുടുംബത്തിൽ നിന്ന്, വിദ്യാലയങ്ങളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ഗൗരവ സ്വഭാവമുള്ള ഇടപെടലുകൾ ആവശ്യമുള്ളൊരു സ്ഥിതിവിശേഷത്തിൽ തന്നെയാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അക്രമവാസനയ്ക്ക് കാരണം എന്താണ്? ചിലർ കോവിഡിനെ പഴിക്കുന്നുണ്ട്. അത്തരം എന്തെങ്കിലും ആ കോവിഡിന് ശേഷമുള്ള മാറ്റം കേരളത്തിൽ പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ കോവിഡ് ബാധയെ തുടർന്ന് തലച്ചോറിന് വരുന്നൊരു വിഷയമാണ് ഈ അക്രമാവസ്ഥയ്ക്ക് പുറകിൽ എന്ന മട്ടിലുള്ളൊരു ചർച്ച ആരംഭിച്ചത്. കോവിഡ് വാക്സിനെയും ചില ആളുകൾ പഴിചാരിയിട്ടുണ്ട്. പക്ഷേ ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തമായിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോങ് കോവിഡ് അല്ലെങ്കിൽ ദീർഘകാല കോവിഡ് എന്നൊരു പ്രതിഭാസമുണ്ട്. അതായത് കോവിഡ് ബാധിച്ചതിന് ശേഷവും ദീർഘകാലം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അത് ശ്വാസകോശ സംബന്ധമായ തൊട്ട് മസ്തിഷ്ക സംബന്ധമായ വരെയുള്ള വിഷയങ്ങളുണ്ട്. വാക്സിൻ എടുക്കുന്ന വ്യക്തികളിലും ഈ പറഞ്ഞ പോലെ കോവിഡ് വൈറസിൻ്റെ അതേ ഘടകങ്ങൾ തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു സാങ്കേതികമായ അർത്ഥത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ പോലും ഈ ലോങ് കോവിഡിൻ്റെ ലക്ഷണങ്ങളായിട്ട് ലോകാരോഗ്യ സംഘടന 6-7 പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. വിഷാദം, അമിതമായ ക്ഷീണം, ഓർമ്മക്കുറവ്, അമിത ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ, പിന്നെ പലപ്പോഴും ഒരു ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും വിലയിരുത്താനും കഴിയാത്ത ഒരു മന്ദത. ഈ ലക്ഷണങ്ങളാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകളിലെല്ലാം തന്നെ, ഗവേഷണ പഠനങ്ങളിലെല്ലാം ഈ ലോങ് കോവിഡിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. ഇത് പരിശോധിച്ചാൽ നമുക്കറിയാം ഇവിടെ ഒന്നും അക്രമവാസന എന്നൊരു സംഗതി പരാമർശ വിഷയമാകുന്നതേ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന അക്രമം മൊത്തം കോവിഡിൻ്റെ തലയിൽ ചാരി വയ്ക്കുന്നത് വളരെ ഗൗരവ സ്വഭാവമുള്ളൊരു സാമൂഹ്യ വിഷയത്തെ ഒരു റിഡക്ഷനിസ്റ്റിക്കായിട്ട് നിസാരവൽക്കരിച്ച് കാണുന്നതിന് തുല്യമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി, ഒരു അർദ്ധ പാശ്ചാത്യവൽക്കരണം നടന്ന ഒരു സമൂഹമാണ് കേരളം. കാരണം പാശ്ചാത്യ ലോകത്ത് നടക്കുന്ന എന്ത് പുതിയ മാറ്റവും കേരളത്തിൽ ആദ്യം പ്രതിഫലിക്കുന്നു. കാരണം ഈ സാക്ഷരതയും വിദ്യാഭ്യാസവും ഉള്ള വിഭാഗമായതുകൊണ്ട് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും ലോകത്തിൽ എവിടെ നടക്കുന്ന പുതിയ മാറ്റവും ഇവിടെ അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു വലിയ പ്രശ്നം ഈ പാശ്ചാത്യ ലോകത്തെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അമിതമായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം, വ്യക്തികളുടെ അവകാശം, ഇതിനെ വളരെ ആകർഷകമായ ഒരു കാര്യമായി നോക്കിക്കാണുകയും അത് അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നമ്മൾ പാശ്ചാത്യ ലോകത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി വിസ്മരിച്ചു പോകുന്നു. അവിടെയുള്ള ആന്തരികമായ ഒരു അച്ചടക്ക ബോധമാണ്, an internal sense of discipline. ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് ഡോക്ടർ പറയുന്നത്, അദ്ദേഹം ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ പഞ്ചിങ് മെഷീനില്ല, അറ്റൻഡൻസ് രജിസ്റ്റർ ഇല്ല, ആരും തോക്ക് ചൂണ്ടി ജോലി ചെയ്യിപ്പിക്കത്തുമില്ല. കൃത്യമായിട്ട് 9 മണിക്ക് എല്ലാവരും ജോലിക്ക് വരുന്നു, 5 മണി വരെ ജോലി ചെയ്യുന്നു, പോകുന്നു. എന്തെങ്കിലും കാരണവശാൽ ജോലിക്ക് ഒരു മനുഷ്യൻ വന്നില്ല, അദ്ദേഹം വരാതെ ഉഴപ്പുകയാണെങ്കിൽ ആ മനുഷ്യനെ ലോകമളയച്ഛനായിട്ടാണ് അവിടുത്തെ ആളുകൾ കാണുന്നത്. നമ്മുടെ സമൂഹം അങ്ങനെയല്ല. ജോലി ചെയ്യാതെ എന്തെങ്കിലും തരത്തിൽ കാര്യങ്ങൾ നേടിപ്പോകുന്ന ഒരു വ്യക്തി സമർത്ഥനാണ്, ഒരു നല്ല മാതൃകയാണ്, അത് അനുകരണീയമാണ് എന്നുള്ള തരത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ടൊരു വിഷയം ഒരു തീവ്രമായൊരു മത്സരബുദ്ധിയും താരതമ്യവും, അത് നമ്മുടെ പാരൻറ്റിങ്ങിൽ വരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികളെ അക്കാദമിക മികവിൻ്റെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്യുന്നു, കായിക മികവിൻ്റെ അടിസ്ഥാനത്തിൽ, സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇത് ചെറുപ്പം തൊട്ടേ വീടുകളിലും വിദ്യാലയങ്ങളിലും ഈ താരതമ്യം കേട്ട് വളരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ താരതമ്യത്തിൽ നിന്ന് മറ്റൊരാളെ പോലെ ആകാനുള്ള ഒരു മോഹമൊന്നും വരില്ല. മറ്റേ ആളിനോടുള്ളൊരു അമർഷവും വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും വരാനുള്ളൊരു സാഹചര്യമാണുള്ളത്. കുറച്ചുകൂടെ കഴിഞ്ഞ് കൗമാരത്തിലേക്ക് എത്തുന്ന ഈ കുട്ടികൾ കാണുന്നത് വീട്ടുകാർ അയൽ വീട്ടിലൊരു പുതിയ കാർ വാങ്ങിയാലോ അദ്ദേഹം ഒരു പുതിയ വീട് വെച്ചാലോ
അത് എന്തെങ്കിലും കുതന്ത്രം വഴി സമ്പാദിച്ച പണം കൊണ്ടുണ്ടാക്കിയതാണെന്നുള്ള മട്ടിലുള്ള കുശുപ്പും കുന്നായ്മയും അടക്കമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള അധമവികാരങ്ങളിൽ അധിഷ്ഠിതമായ ഒരു അപകർഷതാബോധത്തിലേക്ക് കുട്ടികളെ തള്ളിവിടുന്ന തരത്തിലുള്ളൊരു പേരൻറ്റിങ് സമ്പ്രദായവും ഒരു വിദ്യാഭ്യാസ സമ്പ്രദായവും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടെന്നുള്ളതാണ്. ഈ കുട്ടികൾ ഹയർ സെക്കൻഡറി കോളേജ് പ്രായത്തിലേക്ക് എത്തുമ്പോൾ അധ്യാപകരും രക്ഷിതാക്കളും താരതമ്യം അവസാനിപ്പിക്കും. പക്ഷേ ഈ വിദ്യാർത്ഥികൾ സ്വയം താരതമ്യം ചെയ്യുന്ന ഒരു പരിപാടി ആ പ്രായമാവുമ്പോൾ തുടങ്ങും. എങ്ങനെയാണ് ഈ താരതമ്യം ചെയ്യുക? ജീവിത വിജയത്തിൻ്റെ മാനദണ്ഡമായി സാമ്പത്തികമായ അഭിവൃദ്ധി, സമ്പത്ത് നേടുക, അത് എത്രയും വേഗത്തിൽ നേടുക, വളഞ്ഞ വഴിയിലൂടെ നേടുക, എളുപ്പം നേടുക. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വിദ്യാസമ്പന്നനായ മലയാളി ഏറ്റവും കൂടുതൽ സാമ്പത്തിക തട്ടിപ്പുകളിൽ പെട്ടുപോകുന്നൊരു സ്ഥിതിവിശേഷം ഇവിടെ സംജാതമാകുന്നത്. ഇതിൻ്റെ ഒരു മറ്റൊരു വശമാണ്. കോവിഡ് സമയത്ത് ലോകവ്യാപകമായിട്ട് വന്നൊരു പ്രചരണമുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ. ഈ അധ്യാപകൻ എന്ന് പറയുന്നത് മറ്റേതൊരു തൊഴിലും ചെയ്യുന്ന ഒരു വ്യക്തിയെപ്പോലെ സ്വന്തം ഉപജീവനത്തിന് വേണ്ടി തൊഴിൽ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് വലിയ ഡെക്കറേഷനുകളൊന്നും ആവശ്യമില്ല. ഈ ഭാഷയാണ് ഉപയോഗിക്കപ്പെട്ടത്. അദ്ദേഹം പറയുന്ന വാചകങ്ങൾക്ക് വലിയ മാഹാത്മ്യമോ മഹത്വമോ ഒന്നും ചെയ്യേണ്ടതില്ല. അദ്ദേഹം മറ്റേതൊരു ജോലിയും ചെയ്യുന്ന ആളെ പോലെ ഉപജീവനം കഴിക്കുന്നു. അദ്ദേഹം പറയുന്നതിനെ ബഹുമാനിക്കേണ്ടതില്ല. ഇത് ലോകത്ത് പലയിടത്തും ഈ സന്ദേശം പ്രചരിച്ചു എങ്കിലും ഇത് വ്യാപകമായി സ്വാംശീകരിച്ച ഒരു ജനവിഭാഗം നമ്മുടെ ജനവിഭാഗമാണ് എന്ന് തോന്നുന്നു. അവകാശബോധങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലിയാണ് ലോകം മൊത്തം വരുന്നത് നമുക്കറിയാം. യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഫോർ ചൈൽഡ് റൈറ്റ്സ് പോലെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടിയുടെ അവകാശത്തിൽ ഊന്നി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അമിതമായ അവകാശബോധം അരാജകത്വത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നു. എന്തെങ്കിലും ഒരു നിയന്ത്രണം ആവശ്യമാണ്. ലോകത്തിൽ ഏറ്റവും സന്തോഷം ലഭിക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ അവസ്ഥ നോക്കുക. പ്രദർശനാത്മകത കുറവാണ്. അവിടെ ഏറ്റവും സമ്പന്നനായ മനുഷ്യനും അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ ആവശ്യമുള്ള വലിപ്പമുള്ള വണ്ടിയിൽ യാത്ര ചെയ്യുന്നു. അദ്ദേഹത്തിന് പൊതുസ്ഥലത്ത് മാന്യമായി ധരിക്കേണ്ട വസ്ത്രം ധരിക്കുന്നു. തനിക്ക് ഉള്ള വിജ്ഞാനമൊന്നും താല്പര്യമില്ലാത്ത ആളുകളുടെ മുമ്പിലേക്ക് വിളമ്പി വയ്ക്കുന്ന സ്വയം പ്രദർശനാത്മകത അവിടെ ഇല്ല. എവിടെയെങ്കിലും പ്രഭാഷണത്തിന് വിളിച്ചാൽ പോകുന്നു, പറയുന്നു. ഇവിടെ അങ്ങനെയല്ല. നമുക്കറിയാം എല്ലാ തരത്തിലുള്ളൊരു പ്രദർശനാത്മകത നിറഞ്ഞ ഒരു സമൂഹമാണ്. അത് പരസ്പരം താരതമ്യം ചെയ്തുകൊണ്ട് മറ്റാരെങ്കിലും എന്തെങ്കിലും തരത്തിലൊരു നല്ല രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലൊരു അപകർഷത തോന്നുകയും അവനെ എങ്ങനെ പാരപണിയാമെന്നുള്ള തരത്തിലേക്ക് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്കും പോകുന്നു. സർവോപരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ കാണേണ്ടത് ഓരോ മനുഷ്യനും അവനവൻ്റേതായ ഗുണവിശേഷങ്ങളുണ്ട്, അവനവൻ്റേതായ നിപുണതകളുണ്ട്. ഇത് ഓരോന്നിനെയും കൃത്യമായി മനസ്സിലാക്കി അത് ഉപയോഗിച്ച് ഉപജീവനം കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവനെ വളർത്തിവിട്ട് ഓരോ തൊഴിലിനെയും അംഗീകരിച്ച് മാന്യതയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒട്ടേറെ ഇത്തരം പ്രശ്നങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. മറിച്ച് ഇത്തരത്തിൽ ഒരു വിദ്വേഷം വിതറുന്ന തരത്തിലുള്ളൊരു പാരൻറ്റിങ് സമ്പ്രദായം അത് ചെയ്യുന്ന രക്ഷിതാക്കളൊരു കാര്യം മനസ്സിലാക്കണം. കുട്ടികളുടെ മനസ്സിൽ തങ്ങളെക്കുറിച്ചുള്ള വിദ്വേഷമാണ് അവർ കുത്തിവെക്കുന്നത്. നാളെ ഒരു കാലത്ത് ഈ കുട്ടികളെ കേൾക്കാൻ തയ്യാറാകാത്ത രക്ഷിതാക്കൾ വലിയ ഒരു വിപത്താണ് നേരിടാൻ പോകുന്നത്. കാരണം കൗമാരപ്രായക്കാർ പൊതുവെ പറയുന്നൊരു പരാതിയാണ്, ഞങ്ങളെ കേൾക്കാൻ ആരുമില്ല. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുന്ന ഉടനെ അച്ഛനും അമ്മയും പറയും, പണ്ട് മണ്ണെണ്ണ വിളക്കിൻ്റെ താഴെ ഇരുന്ന് ഞാൻ ഇതിനേക്കാൾ കഷ്ടപ്പാട് അനുഭവിച്ച് പഠിച്ചതാണ്, നദി നീന്തി കടന്ന് SSLC പരീക്ഷ ജയിച്ചതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ പ്രശ്നങ്ങളെ അവർ നിസ്സാരവൽക്കരിക്കും. അപ്പോൾ വീടുകളിൽ കൗമാരപ്രായക്കാരെ കുട്ടികളെ കേൾക്കാൻ മാതാപിതാക്കൾ തയ്യാറാകാത്തിടത്തോളം കാലം ഈ കുട്ടികളുടെ മനസ്സിൽ മറ്റ് ബാഹ്യ സ്വാധീനങ്ങൾ കടന്നു വരും. അതിൽ ലഹരി ഉണ്ടാകും, മറ്റ് അനാരോഗ്യകരമായ മറ്റ് പല പ്രവണതകളും ഉണ്ടാകും. അനുതാപം നഷ്ടപ്പെട്ട ഈ കുട്ടികൾ കുറ്റകൃത്യങ്ങളിലേക്ക് പോവുക തന്നെ ചെയ്യും. അപ്പോൾ വീട്ടിൽ ഈ കുട്ടികളെ കേൾക്കാൻ 1 മണിക്കൂറെങ്കിലും മാതാപിതാക്കൾ ചെലവിടുക. അത് അവരെ ഉപദേശിക്കാനുള്ള സമയമല്ല, അവർക്കുള്ള പ്രയാസങ്ങൾ കേൾക്കാനുള്ള സമയം തന്നെയാണ്. എന്തെങ്കിലും തരത്തിലുള്ള അനാരോഗ്യകരമായ ഒരു സ്വാധീനത്തിന് ഈ കുട്ടികൾ വിധേയരാകുന്നുവെങ്കിൽ തുടക്കത്തിൽ തന്നെ ഇടപെടാൻ ഇത് അവരെ സഹായിക്കും. വിദ്യാലയങ്ങളിൽ ഈ അക്കാദമിക മികവിനും കായിക മത്സരത്തിലെ 1ാം സ്ഥാനത്തിനും ഒക്കെ അംഗീകാരം കൊടുക്കുന്നു. പക്ഷേ മനുഷ്യത്വത്തിൻ്റെ മാതൃകകൾക്ക് എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടുന്നുണ്ടോ? റോഡ് ക്രോസ് ചെയ്യാൻ കഴിയാത്ത ഒരു അന്ധനായ വ്യക്തിയെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ചതിൻ്റെ കാരണം കൊണ്ട് 5 മിനിറ്റ് വൈകി വരുന്ന ഒരു കുട്ടിയോട് വിദ്യാലയത്തിലെ അധ്യാപകൻ്റെ പ്രതികരണം എന്തായിരിക്കും? വീട്ടിലുള്ള രക്ഷിതാവിൻ്റെ പ്രതികരണം എന്തായിരിക്കും? കൂട്ടുകാരുടെ പ്രതികരണം എന്തായിരിക്കും? നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോയി സ്വന്തം സമയം കളഞ്ഞത്? നമ്മൾ അതിന് പകരം ആ കുട്ടിയെ ചെയ്ത ശ്രേഷ്ഠമായൊരു കർമ്മത്തെ സ്കൂളിലെ അസംബ്ലിയിൽ വെച്ച് ഒന്ന് അഭിനന്ദിക്കുകയും ഇതൊരു സാമൂഹിക അംഗീകാരം കിട്ടുന്ന ഒരു മാതൃകയാണ് എന്നവനെ ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങളിലേക്ക് അവർ പോകും. മാത്രമല്ല വിദ്യാലയങ്ങളിൽ ജീവിത നിപുണതാ വിദ്യാഭ്യാസം, ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ, ജീവിതത്തിലെ പുതുമകളുള്ള സാഹചര്യവും പ്രയാസമുള്ള സാഹചര്യങ്ങളൊക്കെ തരണം ചെയ്യാൻ കൗമാരപ്രായക്കാർ ആർജിച്ചിരിക്കേണ്ട കഴിവുകളാണ് ജീവിത നിപുണതാ വിദ്യാഭ്യാസം. ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ യുണീസെഫിൻ്റെ ഒരു മീറ്റിങ്ങിൽ ലോകവ്യാപകമായി കൗമാരപ്രായക്കാർക്ക് 3 പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തി. കൗമാരത്തിൻ്റെ അനാരോഗ്യകരമായ ത്രികോണം എന്നതിനെ വിശേഷിപ്പിച്ചു.
അവനവന് നേർക്കും മറ്റുള്ളവർക്ക് നേർക്കുമുള്ള അക്രമ സ്വഭാവം, ലഹരിയുടെ അമിതമായ ഉപയോഗം, സുരക്ഷിതമല്ലാത്ത ലൈംഗിക പ്രവർത്തനങ്ങൾ, ഇത് മൂന്നുമായിരുന്നു അത്. അതിനോടൊപ്പം ഇന്നിപ്പോൾ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗമടക്കം പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ആരോഗ്യകരമായിട്ട് കൈകാര്യം ചെയ്യണം? ഒരു ടെക്നോളജിയും തള്ളി പറയാൻ പറ്റില്ല. ഇതെല്ലാം അവനവൻ്റെ വികാസത്തിനും സമൂഹത്തിൻ്റെ വികാസത്തിനും ഉപയോഗപ്പെടുത്താം. ഇതെങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാം എന്നുള്ള കൃത്യമായൊരു ബോധവൽക്കരണം ഈ ജീവിത നിപുണത വിദ്യാഭ്യാസങ്ങളിലൂടെ സാധ്യമാവും. അത് പങ്കാളിത്ത സ്വഭാവമുള്ള പ്രക്രിയാധിഷ്ഠിതമായ അനുഭവാത്മകമായ പരിശീലനമാണ്, ആക്ടിവിറ്റി ബേസ്ഡ് ട്രെയിനിങ് ആണ്. ഇത് വിദ്യാലയങ്ങളിൽ സിലബസിൻ്റെ ഭാഗമായി നടപ്പിലാക്കണം. അതിനൊരു ഗ്രേഡിങ് കൊടുക്കേണ്ടതും ആവശ്യമാണ്. സർവോപരി നമ്മുടെ പൊതുസമൂഹത്തിന് 3 തരത്തിലുള്ള സാക്ഷരതയുടെ കുറവുണ്ടെന്ന് കരുതാം. 1 മാനസികാരോഗ്യ സാക്ഷരത, 2 സൈബർ സാക്ഷരത, 3 നിയമസാക്ഷരത. ഇത് പൊതുസമൂഹത്തിലേക്ക് വ്യാപകമായി എത്തിക്കാൻ വേണ്ട ബോധവൽക്കരണങ്ങൾ എല്ലാ തലത്തിലും, അത് സർക്കാർ തലത്തിലാണെങ്കിലും ശരി, റെസിഡൻസ് അസോസിയേഷൻ തലത്തിലാണെങ്കിലും ശരി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലത്തിലാണെങ്കിലും ശരി നടപ്പിലാക്കണം. ഇതെല്ലാം കൂടെ സമഗ്രമായി ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്കൊരു നല്ല മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയൂ.